ഇലക്ട്രിക് ഓട്ടോ നിർമ്മിച്ചെടുക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്നത്. നീംജിം എന്ന പേരിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇലക്ട്രിക് ഓട്ടോ നേപ്പാൾ ഗവൺമെന്റ് കേരള സർക്കാരിനോട് ഇലക്ട്രിക് ഓട്ടോ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ UDF സർക്കാർ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് തുറന്ന് പ്രവർത്തിപ്പിച്ച് അവിടെ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോ നേപ്പാളിന്റെ തെരുവോരങ്ങളോട് സഞ്ചരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. വണ്ടി എടുത്തവരൊക്കെ ഇന്ന് കടക്കണിയിലാണ്. ഓട്ടോ ഓടിത്തുടങ്ങി 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നീംജി പണിമുടക്കി. സർവീസിനായി പലയിടത്തും ബന്ധപ്പെട്ടു. പക്ഷേ തിരിഞ്ഞു നോക്കാൻ പോലും ആടില്ല. 3.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ രൂപ മുടക്കി ഓട്ടോ വാങ്ങിയ ഉടമകൾ കട്ടപ്പുറത്തുള്ള ഓട്ടോയും നോക്കി ഇരിപ്പാണ്. വഞ്ചിക്കപ്പെട്ട തന്നെ. കാരണം നമുക്ക് ഇത് പല ഓഫറാൻ തന്നവർ 3 വർഷം വരെ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് ഒരു പണിയും വരില്ല. ഓടിയ താറാ ഷുവർ, അതിൽ യാതൊരു സംശയമില്ല. 100 ചില്ലറ വണ്ടിയുടെ കേരളത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിക്ക് എല്ലാം അവസ്ഥ തന്നെ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പലരും ഓട്ടോ വാങ്ങിയത്. തിരിച്ചടക്കാൻ ബാങ്കിൽ നിന്നും വലിയ സമ്മർദ്ദമാണ് ഇവരിൽ എല്ലാവരും നേരിടുന്നത്. കമ്പനിക്കെതിരെ ഉപഭോക്തൃ കോടതിയിൽ സമീപിച്ചെങ്കിലും 10 മാസമായി കട്ടപ്പുറത്തായ വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ടെന്നാണ്